പണ്ടൊരുവനുണ്ടായിരുന്നു, കഴുത അന്വേഷിച്ച് പോയ നല്ലൊരുവനായിരുന്നു ശൗൽ. അവനെ ഇസ്രയേലിന്റെ രാജാവാക്കി. എല്ലാവർക്കും അറിയാം. അവൻ പിന്നെ പള്ളിയിൽ പോരത്തില്ല, ആരാധനയ്ക്കും വരത്തില്ല. അവൻ്റെ ഒരു കുന്തവും കിട്ടി. അഭിഷിക്തനായ ദാവീദിനെ എറിയക്കുമായിരുന്നു അവൻ്റെ ജോലി. ദാവീദും കർത്താവിനോട് പറഞ്ഞു, ഫേസ്ബുക്കിൽ കമൻ്റ് ഇടുന്നു, യൂട്യൂബിൽ കമൻ്റ് ഇടുന്നു. കർത്താവ് പറഞ്ഞ് ഞാൻ ശരിയാക്കാം, മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. അവസാനം വേറൊരുവനുണ്ടായിരുന്നു. അവൻ്റെ ശൗലിൻ്റെ മകൻ്റെ പേരാ യോനാദാൻ. അവൻ നല്ല പയ്യനായിരുന്നു, പക്ഷേ പള്ളിയുടെ കഴുക്കോലിലേ നിൽക്കത്തുള്ളൂ, മനസ്സിലാകുന്നവർക്കായി. അവൻ പാരമ്പര്യമുള്ളവനായിരുന്നു, സ്വോത്രം. അതുകൊണ്ട് അവൻ അപ്പൻ്റെ കൂടെ നിന്ന് AG ആവട്ടെ, CSI ആകട്ടെ, പള്ളിയിൽ പാസ് ചർച്ച നടക്കും പറയത്തില്ലേ, ചില ചെറുപ്പക്കാർ എഴുന്നേറ്റ് പറയും, എൻ്റെ പപ്പായ പള്ളിയുടെ കഴുക്കോല് വെച്ച്, മനസ്സിലാകുന്നവർക്കായി. സന്തോഷമില്ലല്ലോ. അപ്പം അടുത്തവൻ പറയും, എൻ്റെ പപ്പായ 50 ചാക്ക് സിമെൻറ്റ് കൊടുത്ത്. എൻ്റെ മോനെ, അങ്ങനെ ഒന്ന് പറയാര്. നിൻ്റെ പപ്പ പള്ളിക്ക് കഴുക്കോല് വെച്ച് നിൻ്റെ മക്കളെ എല്ലാം ദൈവം അനുഗ്രഹിച്ചിട്ടുണ്ട്, 50 ചാക്ക് സിമെൻറ്റ് കൊടുത്തിട്ടുണ്ട്, ദൈവം മാനിച്ചിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞ് കമ്മിറ്റി പ്രശ്നം ഉണ്ടാക്കുന്നതായി ക്രിസ്ത്യാനികൾ. സന്തോഷമില്ലല്ലോ, സ്വോത്രം. ഇതുപോലൊരുത്തനായിരുന്നു യോനാദാൻ. എന്താ, അപ്പൻ്റെ കൂടെ പോയി, രണ്ടും കൂടെ ഗിൽബോറ. കേൾക്കണം, യോനാദാൻ തീർന്നു. അപ്പ ഇച്ച് സ്റ്റാൻഡേർഡ് ഉള്ളവനാ. ഫലസ്തീൻ്റെ കുന്തം വേണ്ട, തൻ്റെ കയ്യിൽ അഭിഷിക്തനായ ദാവീദിൻ്റെ എറിഞ്ഞ കുന്തമെടുത്ത് അവൻ നെഞ്ചിനകത്ത് കുത്തി. ബൈബിളിനകത്ത് ഇങ്ങനൊരു വാക്കുണ്ട്, വീരന്മാർ പട്ടുപോയതെങ്ങനെ. കരമുയർത്തുന്നവർക്കാൽ ദൈവം കൊടുത്ത അനുഗ്രഹം മേടിച്ച് ഇസ്രായേലിൻ്റെ 1ാമത്തെ രാജാവായ ശൗൽ ദൈവത്തിൻ്റെ പ്ലാൻ വിട്ട്, പദ്ധതി വിട്ടു പോയപ്പോൾ സ്വർഗത്തിലെ ദൈവം അവനെ തീർത്ത് കളഞ്ഞു. സ്വോത്രം. ബാക്കിയൂടെ കേൾക്കണം. ശൗലിൻ്റെ മോനാ യോനാദാൻ. എന്നാൽ വേറെ 3 പിള്ളേരുണ്ടായിരുന്നു, കോരഗ് പുത്രന്മാർ. കേട്ടൊരു വല്ലോടും ഉണ്ടോ? സന്തോഷമില്ലല്ലോ. പള്ളിക്കെതിരെ ദാദാൻ, അബീരാം, കോരഗ്. പാസ്റ്ററിനെ മാറ്റണം, സഭ പൂട്ടണം. കുഞ്ഞുങ്ങൾ പറഞ്ഞ് നിങ്ങളുടെ പക്ഷത്ത് ഞങ്ങളില്ല, മനസ്സിലാകുന്നവർക്കായി. അപ്പൻ്റെ പാരമ്പര്യത്തിലല്ല. അവർ എണ്ണവിള AG വന്നിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്, പള്ളി കേറ്റിയിലേലും വേണ്ടിയല്ലോ, ആലയത്തിന്റെ വാതിൽക്കൽ കാവൽക്കാരനായി നിൽപ്പാൻ ഞങ്ങളെ അനുഗ്രഹിക്കണം. കരമുയർത്തുന്നവർക്കായി ഇതാ സുവിശേഷ പ്രസംഗം. അപ്പന്റെ പാരമ്പര്യത്തിൽ നിന്ന് യോനാദാൻ ഗിൽബോറായിൽ പോയപ്പോൾ ചർച്ചിനെതിരെ ദാദാനും അബീരാമും കോരകം ഉണ്ടാക്കിയപ്പോൾ അപ്പനെ കൈവിട്ടിട്ട് പറഞ്ഞ് ഞങ്ങളില്ല, ഞങ്ങൾ ദൈവസന്നിധിയില്ല. എണ്ണവിള AG ഞങ്ങളെ കേട്ടിയില്ലെങ്കിലും വാതൊക്കെ നിന്ന് കരമടിക്കാൻ കർത്താവേ നീ ഞങ്ങളെ ബലപ്പെടുത്തണം, മനസ്സിലാകുന്നവർക്കായി. ഇതാ ദൈവവചനം. ഒരുവൻ പാരമ്പര്യത്തിൽ നിന്നപ്പോൾ പോയി കുഞ്ഞുങ്ങൾ രക്ഷ പ്രാപിച്ചു. അവരാ സങ്കീർത്തന ഭാഗം എഴുതിയത്. കോരകിന്റെ മക്കൾ